ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും നിരവധി പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ടതിന് പകരം തട്ടിക്കൂട്ടി പണി ചെയ്ത പണം വിഴുങ്ങാനുള്ള മാർഗമാക്കി മാറ്റി മനുഷ്യജീവനുകളെ പന്താടുന്ന വിധത്തിലുള്ള ഇത്തരം കുറ്റകൃത്യത്തിന്മേൽ ഗൗരവമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. ഇപ്പോൾ 2 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണ് തകർന്നിരിക്കുന്നത്. കുഴിപ്പള്ളിയിൽ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അതിൽ കയറാതിരിക്കുന്നതാണ് ജീവന് നല്ലത്. മസ്റ്ററിംഗ് കേവലം 10%. റേഷൻ തടസ്സപ്പെടും. അങ്ങനെ പാവപ്പെട്ടവന്റെ കഞ്ഞുകൂടി മുട്ടുകയാണ്. മഞ്ഞ പിങ്ക് മുൻഗണന കാർഡുകളിലെ 1.5 കോടി ആളുകളിൽ 10% ആളുകൾ മാത്രം മസ്റ്ററിംഗ് നടത്തിയതോടെ അടുത്ത മാസം മുതൽ ഇവർക്കുള്ള സൗജന്യ റേഷൻ മുടങ്ങാനാണ് സാധ്യത. ആദിവാസികളുടെ അഴകുകാപ്പി ലോക പ്രസിദ്ധമാകുന്നു. ആന്ധ്രയിലെ കിഴക്കൻ മലനിരകളിൽ അഴകു താഴ്വരയിലുള്ള ആദിവാസി സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന അഴകു കാപ്പിയാണ് ലോക പ്രസിദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രത്യേകതകളും ഗുണങ്ങളുമുള്ള ഈ കാപ്പിയെക്കുറിച്ച് UN പൊതുസഭയുടെ പ്രസിഡന്റ് ഡെന്നിസ് ഫ്രാൻസിസ് പോലും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മോദി വരുന്നു പാലക്കാടും പത്തനംതിട്ടയിലും. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് രംഗം ഉജ്ജ്വലമാക്കാൻ 15-ാം തീയതി പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എത്തുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഇനി ഉത്സവമായി മാറട്ടെ. SSLC ഉത്തരക്കടലാസ് തൃശങ്കു സ്വർഗത്തിൽ. പരീക്ഷ അവസാനിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഉത്തരക്കടലാസുകൾ കെട്ടുകളാക്കി തിരിച്ച് യഥാസ്ഥാനങ്ങളിൽ എത്തിക്കണം എന്നാണ് നിർദ്ദേശം. എന്നാൽ ഇതിനു വേണ്ട സ്റ്റാമ്പോ പണമോ ലഭിക്കാത്തതിനാൽ ഉത്തരക്കടലാസുകൾ പരീക്ഷ ഇടങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ശോചനീയ അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. മുൻ MLA രാജേന്ദ്രനും ഇപ്പോൾ മറ്റൊരു താരമായിരിക്കുന്നു. പത്മജ BJPയിൽ ചേർന്നതിന് പിന്നാലെ CPM ദേവികുളം മുൻ MLA BJPയിലേക്ക് ചാടാനുള്ള സാധ്യത മുന്നിൽ കണ്ട പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമത്തിലാണ് CPM നേതാക്കൾ. വിജയുടെ പാർട്ടിയിലേക്ക് മിനിറ്റുകൾ കൊണ്ടെത്തിയത് ലക്ഷങ്ങൾ. അംഗത്വ വിതരണം ആരംഭിച്ച് 1 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം പേരാണ് തമിഴ് സിനിമാ നടൻ വിജയുടെ തമിഴകം വെട്രിക്കടകം പാർട്ടിയിൽ ചേർന്നത്. തമിഴ് സിനിമാ രംഗത്തു നിന്നുള്ള വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഗൗരവത്തോടെ കാണുകയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും. ബോധമില്ലാതെ റോഡിലിറങ്ങിയാൽ 1 ദിവസം മുഴുവൻ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. ഇനി മുതൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കേസിനും പിഴയ്ക്കും പുറമെയാണ് ട്രാഫിക് പോലീസ് നടത്തുന്ന ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.